കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാണ് CBI എന്നുള്ള പരാമർശം ഉണ്ടാകുന്നത് ആര് ഭരിച്ച കാലത്താണ്? അത് BJP ഭരിക്കുമ്പോഴല്ലോ, അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഇതൊക്കെ അവരും ഒപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഭരണകൂടത്തിൻ്റെ എല്ലാ ടൂളുകളെയും ഈ സർക്കാരിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്തിയ പാർട്ടി തന്നെയാണ് ഇവർ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് വേണം ഇതെല്ലാം അറിയാവുന്ന സ്വന്തം മുന്നണിയിലെ നേതാക്കന്മാരെ ഉപദേശിക്കാൻ. അവിടെ അദ്ദേഹത്തിന് വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ കാര്യത്തിൽ നമ്മൾ ആദ്യ ദിവസം പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ് ഞാൻ തിരിച്ചെത്തുന്നത്. അത് വേറൊന്നുമല്ല, CPIM-ഉം CPI-യും ഒക്കെ എന്തിനാണ് ഇന്ത്യ മുന്നണിയിൽ തുടരുന്നത് എന്ന ന്യായമായ സംശയം ഇപ്പോൾ ബാക്കിയാണ്. ആ കാര്യത്തിൽ DMK വളരെ കൃത്യമായൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ പരിപാടി നമുക്ക് പറ്റുന്നതല്ല എന്ന് തീരുമാനിച്ച് അതിന് പുറത്ത് കടന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നണിയിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ള പ്രഖ്യാപനം അവർ നടത്തി എന്നുള്ളത്. CPM-ഉം CPI-യും ഈ അപമാനം സഹിച്ചതിനകത്തിരിക്കേണ്ടതുണ്ടോ? ഈ ചരിത്രം പറയുമ്പോൾ അതിനൊപ്പം ചരിത്രം, സനീഷ് നേരത്തെ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം, ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പാർട്ടിയാണ് സ്വാതന്ത്ര്യ സമരകാലത്തിൽ പങ്കെടുത്തത് എന്ന മട്ടിൽ അവതരിപ്പിക്കാൻ എത്രത്തോളം പറ്റും. ആ പ്രസ്ഥാനം ആ കാലത്ത് രൂപം കൊണ്ടാണ്, അതിന് പല പരിവർത്തനം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ ധാരകളെല്ലാം ഉണ്ട്. ഈ സോഷ്യലിസ്റ്റ് ധാരയുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഈ പറയുന്ന ഹിന്ദുത്വവാദികളുണ്ട്. ഇവരെല്ലാവരും ചേരുന്ന ഒരു ദേശീയ പ്രസ്ഥാനം എന്നതായിരുന്നു അത്. അതിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇതൊരു രാഷ്ട്രീയ പാർട്ടി, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പോലൊരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ പറയാൻ കഴിയൂ. കാരണം ഏറ്റവും കൂടുതൽ BJPക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അപ്പോൾ അതങ്ങനെ നമുക്കതിനെ കണക്കാക്കാൻ കഴിയൂ. അവിടെ എന്തിനാണ് ഇപ്പം ഇന്ന് ഇത് തന്നെയാണ് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. ഈ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം എന്നുള്ള ചിന്തയിലാണ് ഇപ്പോഴും ഗോവിന്ദമാഷ് നിൽക്കുന്നത് എന്നുള്ളത്. അതായത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തലിൽ നിന്ന് CPM-ഉം അകലെയാണ്.